കെ.പി.സി.സി. മുൻ അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രനെതിരെ വീണ്ടും പോസ്റ്റർ. നാദാപുരം നിയോജക മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിലാണ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. മുല്ലപ്പള്ളി രാമചന്ദ്രനെ അധികാരക്കൊതി മാറിയില്ലേ എന്നും പോസ്റ്റർ. മുല്ലപ്പള്ളി നാദാപുരത്ത് മത്സരിച്ചേക്കുമെന്ന വാർത്ത പുറത്തുവന്നതോടെ UDF അണികളിലും സാമൂഹ്യ മാധ്യമങ്ങളിലും വൻ പ്രതിഷേധമാണ് ഉയരുന്നത്. മണ്ഡലത്തിലെ വിവിധ ഇടങ്ങളിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. വിശദാംശങ്ങളുമായി അനഘ ഹർഷൻ ചേരുകയാണ്. അനഘ, മുല്ലപ്പള്ളി മത്സരിക്കാനുള്ള ഒരു സാധ്യത, അതിന് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു പ്രതിഷേധം, വിമർശനം എന്ന രീതിയിൽ തന്നെയാണോ കാര്യങ്ങൾ? KP നാദാപുരത്ത് മുല്ലപ്പള്ളി രാമചന്ദ്രൻ മത്സരിച്ചേക്കുമെന്ന സൂചന പുറത്തുവന്നതിന് പിന്നാലെയാണ് നാദാപുരത്തെ വിവിധ ഇടങ്ങളിൽ മുല്ലപ്പള്ളി രാമചന്ദ്രനെതിരെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. സേവ് കോൺഗ്രസ് എന്ന പേരിലാണ് വിവിധ ഇടങ്ങളിൽ പോസ്റ്റർ ഉണ്ടായിരുന്നത്. ഈ പോസ്റ്ററിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, 80 വയസ്സായി മുല്ലപ്പള്ളി രാമചന്ദ്രന് ഇനിയും അധികാരക്കൊതി തീർന്നില്ലേ എന്നുള്ള ചോദ്യമാണ് ഈ പോസ്റ്ററിൽ പറയുന്നത്. മറ്റൊന്ന്, ഈ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഈ നാദാപുരത്ത് മത്സരിക്കുകയാണെങ്കിൽ നിലം തൊടാതെ തോൽപ്പിച്ചിരിക്കും തീർച്ച എന്നുകൂടി ഈ പോസ്റ്ററിൽ പറയുന്നുണ്ട്. ഈ നാദാപുരത്തെ മണ്ഡലങ്ങളായിട്ടുള്ള വാണിമേൽ, അതുപോലെ വളയം, പാറക്കടവ്, തൂണേരി, കല്ലാച്ചി, നാദാപുരം ടൗണ് തുടങ്ങിയ വിവിധ ഇടങ്ങളിൽ, അതായത് 7ലധികം സ്ഥലങ്ങളിലാണ് മുല്ലപ്പള്ളി രാമചന്ദ്രനെതിരെ സേവ് കോൺഗ്രസ് എന്ന പേരിൽ ഈ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. ഈ മുല്ലപ്പള്ളി രാമചന്ദ്രൻ നാദാപുരത്ത് മത്സരിച്ചേക്കും എന്നൊരു സൂചന കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇങ്ങനെ പോസ്റ്റർ പ്രത്യക്ഷപ്പെടുന്നത്. ഇത് 2ാം തവണയാണ് മുല്ലപ്പള്ളി രാമചന്ദ്രനെതിരെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുന്നത്. ഈ പോസ്റ്ററിലൊക്കെ തന്നെ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്നത്, 7 തവണ MP ആയിട്ടുണ്ട്, അതുപോലെ 2 തവണ കേന്ദ്രമന്ത്രി ആയിട്ടുണ്ട്, KPCC പ്രസിഡന്റ് ആയിട്ടുള്ള, AICC സെക്രട്ടറി ആയിട്ടുണ്ട്. ഇനിയും മുല്ലപ്പള്ളി രാമചന്ദ്രന് അധികാരക്കൊതി തീർന്നിട്ടില്ലേ എന്നുള്ള ചോദ്യമാണ് എല്ലാ പോസ്റ്ററുകളിലും ഒരേ സ്വരത്തിൽ ചോദിക്കുന്നത്. ഇത്തരത്തിൽ സ്ഥാനാർത്ഥി നിർണയത്തിനൊക്കെ തന്നെ മുൻപ് തന്നെ ഈ കോൺഗ്രസിലെ നേതാക്കൾ ഇത്തരത്തിൽ മത്സരിച്ചേക്കുമെന്ന സൂചന പുറത്തു വരുന്നതിന് പിന്നാലെ തന്നെ ഇത്തരം പോസ്റ്ററുകൾ ഉയരുന്നത് കോൺഗ്രസ് നേതൃത്വത്തിന് അക്ഷരാർത്ഥത്തിൽ തലവേദനയാണ് സൃഷ്ടിക്കുന്നത്. കാരണം ഇതാണ് അണികൾക്കിടയിലുള്ള ഒരു അഭിപ്രായം എന്നുള്ള കാര്യങ്ങൾ കൂടി പുറത്തു വരുന്ന രീതിയിലാണ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുന്നത് എന്നുള്ളതാണ് KP. കോഴിക്കോട് നിന്നും അനഘ ഹർഷനാണ് വിവരങ്ങൾ നൽകിയത്.